നമ്മളെ വീഡിയോസ് അവസാനിക്കുന്നില്ല. അതങ്ങനെ നമുക്ക് അവസാനിക്കാൻ പറ്റില്ല. തുടർന്ന് കഴിഞ്ഞാൽ അങ്ങനെ അവസാനിപ്പിക്കുക. അധികം ബ്രേക്ക് വരില്ല, അങ്ങനെ കൊണ്ടുപോകലുണ്ട്. കൂടുതൽ വീഡിയോയിൽ കഴിയുന്നത് ഒരു ആളെ പറ്റി പരാമർശിക്കലോ അതിൻ്റെ സ്പിരിച്വലായിട്ടില്ല അങ്ങോട്ട് പറയലുണ്ട് എന്നുള്ളതല്ലാതെ സ്പിരിച്വലായിട്ട് പിന്നെ ആഘോഷങ്ങൾ പറയല വിമർശിക്കാൻ കൂടുതൽ നിൽക്കില്ല, ഞാൻ താല്പര്യപ്പെട്ടില്ല. അതെൻ്റെ ഒരു സംഗതികളാണ്. ഇനി അതിലേക്ക് വരുന്ന സമയം നാളെ വരുമെന്ന് പറയാൻ പറ്റില്ല, അപ്പം നമുക്കത് ചിന്തിക്കാം. ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ചോദ്യങ്ങൾ ചെറിയ ഇങ്ങനെ നാൾ വന്നതിനെ പറ്റിയിട്ട് ഹിന്ദുമതത്തിനെ കുറിച്ചുള്ളൊരു സംഗതിയെ കുറിച്ചാണ് പറയുന്നത്. ഹിന്ദുമതത്തിന് നാൾ ഒരാൾ വന്ന് കുറച്ച് മുന്നേ ചില പുസ്തകങ്ങളുണ്ട് എന്നുള്ള പരാമർശം, അത് ആൾ കേട്ട ആൾക്കാർ കുറച്ച് ആൾക്കാരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, അതിലങ്ങനെ പോകുന്നതല്ലേ. അപ്പോൾ അതിലൊരാൾ വരുന്ന ഹിന്ദുമതത്തിലൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വേറൊരാൾ മതത്തിൻ്റെ ഒരാൾ വരുന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് പറയുന്നത്. കാരണം ശ്രീ വ്യാസൻ പറഞ്ഞതെന്ന് വെച്ചാൽ, വ്യാസൻ എന്ന് പറഞ്ഞാൽ മഹാഭാരതം ഒക്കെ എഴുതിയ ആളല്ലേ. മഹാഭാരതത്തിൽ തന്നെ കഥകൾ എഴുതുമ്പോൾ നമുക്ക് സാങ്കല്പികമെന്ന്, അത് സാങ്കല്പികമാണോ അല്ലേ എന്നുള്ളതല്ല, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ എടുക്കാം. ഏത് സാങ്കല്പികമായാലും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ പറയുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനമാക്കിയിരിക്കും പല പുസ്തകങ്ങൾ പറയുന്നതാണെങ്കിൽ അതിൻ്റെ മുകളിൽ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പുസ്തകം കണ്ടില്ല, എന്ത് പുസ്തകം അറിയില്ല, ഒരു പുസ്തകത്തിലുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അതിങ്ങനെ ഓരോരോ സംഗതികൾ ഇങ്ങനെ കൂട്ടിക്കൊഴിഞ്ഞ് നമ്മളതാണെന്ന് കൊണ്ടുവരുന്നതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് ശരിയെന്ന് പറയുന്നതുകൊണ്ടാണ് പറഞ്ഞത്. രാമായണത്തിലും പറഞ്ഞു, ഇനി കഥയ്ക്ക് വേണ്ടി പറയുന്നതാണ്. രാമായണം മോശം എന്ന് പറയാൻ പറ്റില്ല, ഇനി കഥയല്ല എന്നും പറയാൻ പറ്റില്ല, അതിൽ തത്വങ്ങൾ പലതും ഉണ്ട്. പിന്നെ പലതിലും അങ്ങനെ തന്നെയാണ്. അപ്പം അതിനങ്ങനെ ചെറുതാക്കി കാണിക്കരുത്, ചെറിയ സാധനമായിട്ട് കൊണ്ടുപോകരുത്. ഇപ്പോൾ വേദങ്ങളാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവാണ്. എനിക്കറിവ് കുറച്ചായിരിക്കും, എന്നെക്കാൾ അറിവ് കൂടിയ ആൾക്കാരുണ്ട്. എൻ്റെ ചെറിയ അറിവ് വെച്ച് പറയുമ്പോൾ ഇപ്പം അതിൽ തന്നെ പറയുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം എടുത്താൽ സൂര്യൻ നമ്മളൊരു 10-100 കുടങ്ങളിലാക്കി വെച്ച് സൂര്യൻ വെള്ളം നിറച്ച് വെച്ചാലും 100 സൂര്യനെ കാണാം. അപ്പോൾ തത്വം ഒന്നാണ്. അത്ര തന്നെ അങ്ങനെ എല്ലാം ഒന്നിലും തുടങ്ങി ഏകം സത്വ വിപ്രം പോന്തി എന്ന് പറഞ്ഞ പോലെ തന്നെ, അതേപോലെ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ അത്രയും വളരെ ഉയർന്ന തത്വചിന്തയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പഴയ ആൾക്കാർ നമ്മൾ പറഞ്ഞാൽ വെറും വിഗ്രഹത്തിലോ വിശ്വാസത്തിലോ മാത്രമല്ല, ഇപ്പം ഭാവസമാധി, നമ്മൾ ഭാവസമാധിയിലേക്ക് അതുപോലെ പോയി കഴിഞ്ഞാൽ എത്തും. വികല്പ സമാധി, നിർവികല്പ സമാധി, ബോഡി ടച്ച് പോവുക, ഇങ്ങനെ പല സമാധികളൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രൂഫാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ സംഭവിക്കും, അവിടെ പോയാൽ കാണാം, മുകളിൽ കാണാമെന്നുള്ളതല്ല. മുകളിൽ കാണാമെന്നില്ല ആരും പറഞ്ഞു, സ്വർഗത്ത് പോയാൽ ആരും കണ്ടു വന്നവരാരും ഇല്ല. എല്ലാ വിഭാഗം ആളുകളും പറഞ്ഞു മുകളിൽ പോവുക, അവിടെ ചെന്നങ്ങനെ. അത് ആരും മോശമൊന്നുമില്ല. ചിലവരെ ഇങ്ങനെ അയ്യോ പോയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, മുകളിൽ ഉപ്പ് കിട്ടും. ഇവിടുത്തേനേക്കാളും കൂടുതൽ മുകളിലാന്ന് ഒരു വിശ്വാസം പോയിക്കോട്ടേന്ന്. ചിലവർ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു, ബലികർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, അല്ലാത്ത കർമ്മങ്ങൾ വേറെയും ചെയ്യുന്നവരുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ടും വെച്ച് കൊടുക്കും, പല രീതിയിൽ പല തരത്തിലുള്ള കർമ്മങ്ങൾ. എല്ലാ വിഭാഗങ്ങളും മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനൊന്നും യാതൊരു എതിരല്ല. പക്ഷെ അത് നമുക്ക് അതിന് ഏത് രീതിയിലാണ് കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് മനസ്സമാനം കിട്ടും, ശരിയോ തെറ്റോ നമുക്ക് ഉറച്ചൊരു പ്രൂഫ് പറയാൻ പറ്റില്ല. നമ്മളെ ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. ഭൂമിയിലുള്ള നമുക്ക് കാണാം, ഭൂമിയിൽ നിങ്ങളെ വീട് കാണാം, നടക്കുന്നത് കാണാം, പോണത് കാണാം. അപ്പോൾ അതിൽ പിന്നെ അങ്ങനെയുള്ളൂ. ഇപ്പോൾ ക്ഷേത്രമാണെങ്കിലും നമ്മൾ ക്ഷേത്രത്തിനൊരു ചെറിയ സംഗതികളല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്ത്രമന്ത്ര ആഗമ ശാസ്ത്രപ്രകാരം പ്രതിഷ്ഠ അല്ലാത്ത ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പോൾ പലതും പല തരത്തിലുണ്ട്. ഇതൊക്കെ കൂടെ ഒരു ചെറിയ സാധനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഞങ്ങളെ പരമ്പരയിലേക്ക് കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. അതിൻ്റെ കൂടുതൽ പറഞ്ഞ ആൾ ചിന്തിക്കുക. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് ആരും വിശ്വസിക്കാനും പോണില്ല. ഞാൻ കേട്ട് തള്ളിക്കഴിഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സിൽ കിടന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഹിന്ദു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ തത്വങ്ങളും അതുപോലെ തന്നെയാണ്, ഒരേപോലെ തന്നെ അതെല്ലാം ഉണ്ടാവും. ഇപ്പം ഹിറ്റ്ലറുണ്ട് വെച്ചിട്ട് ശ്രീബുദ്ധൻ വന്നില്ലേ, ഹിറ്റ്ലർ ഉണ്ടായതുകൊണ്ട് ശ്രീബുദ്ധൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഹിറ്റ്ലറും ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ശ്രീബുദ്ധൻ ഉണ്ടായിട്ടുണ്ട്, അശോകൻ ഉണ്ടായി. ശ്രീബുദ്ധനൊക്കെ കൊട്ടാരത്തു നിന്ന് പോയിക്കൊണ്ട് ബുദ്ധമതം ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം സമാധിയായി ഗയയിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങനെ ബുദ്ധമതം ഉണ്ടാക്കിയ ആൾ, അശോകനത് പ്രചരിപ്പിച്ച ആളാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നിനെയും ദ്രോഹിക്കാതെ, നല്ല പ്രിൻസിപ്പിളല്ലേ, നമ്മളെ ജീവൻ പോലെ തന്നെ അതിൻ്റെ ജീവനും ഒരാൾ ദ്രോഹിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന പലതരം ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ ഒന്നിനെ ചെറുതാക്കി കൊണ്ടുവരരുത്. ഞങ്ങളെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പറയുന്ന ചിന്താഗതി ശരിയാണെന്ന് ഞാൻ പറയുന്നത് ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളൂ, വേറെ എല്ലാവരും ഒന്നും പറയില്ല. പറഞ്ഞ ആൾ ചിന്തിക്കുക, ഞങ്ങളെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ സാധനം ഞങ്ങളതാണ് ഇങ്ങോട്ട് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഒന്ന് ചിന്തിച്ചിട്ട് ഒഴിവാക്കുക പൊന്നാര സഹോദര. അത്രയേ ഉള്ളൂ, വേറെ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നോക്കി പറയുമ്പോൾ ഒക്കെ ആലോചിച്ച് പറയും. എന്തെങ്കിലും എത്ര പോലെ പറയുന്നുണ്ട്, എത്രയോ വന്നു പോകുന്നുണ്ട്, അതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല. ഇങ്ങനെ ഞങ്ങളിതിലേക്ക് ഇങ്ങോട്ട് ഞങ്ങളെ പരമ്പരയിലേക്ക് കഴിഞ്ഞപ്പോൾ ഹിന്ദു പരമ്പരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, എന്ത് യുക്തിയാണ് അതിന് മുന്നേ ഉള്ളത്?
അപ്പോൾ ആലോചിച്ച് പറയും, ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല.